കണ്ണീരിനേക്കാൾ ഒച്ചയുള്ള നിശബ്ദത എന്നാണ് അവളുടെ ചിത്രത്തിനു താഴെ വന്ന വരികൾ. കാശ്മീരിൽ തീവ്രവാദികൾ കൊല ചെയ്ത ഭർത്താവിന്റെ ശവശരീരത്തിനു മുന്നിൽ കണ്ണുനീർ പോലും തോറ്റുപോകുന്ന നിശബ്ദത മറയാക്കിയിരുന്ന പെണ്ണിന്റെ ദയനീയത ഇന്ത്യയും ലോക രാഷ്ട്രങ്ങളും പോലും ഏറ്റെടുത്തിരിക്കുകയാണ്. അവളുടെ കയ്യിലെ മൈലാഞ്ചിയുടെ നിറം മങ്ങിയിരുന്നില്ല. അവളുടെ കൈത്തണ്ടയിലെ ചുവന്ന കുപ്പിവളകൾ ഉടഞ്ഞിരുന്നില്ല. മധുവിധ യാത്രയാണ് മരണയാത്രയായി മാറിയത്. കേരളത്തിനും നഷ്ടപ്പെട്ടു ഒരു മലയാളിയും. ഇന്ത്യയിൽ ഭീകരവാദം ഇത്ര കണ്ട് കൊടുമ്പിരി കൊള്ളാൻ മാത്രം മണ്ണൊരുങ്ങിയത് എങ്ങനെയാണ്? നാഴികയ്ക്ക് 40 വട്ടം ഇന്ത്യയിലെ ജനങ്ങളുടെ സുരക്ഷയെപ്പറ്റി വാതോരാതെ പ്രസംഗിക്കുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ കണ്ണുകെട്ടി എവിടെ തപസ്സിരിക്കുകയായിരുന്നു. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിനു ശേഷം മാത്രം ഇന്ത്യയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പ്രസംഗിക്കുമ്പോൾ ഇന്ത്യയിൽ നടന്ന ഭീകരവാദങ്ങളുടെ എണ്ണം ഭയപ്പെടുത്തുന്നതാണ്. 2014 ഡിസംബർ 5 ഉറി ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത് 11 പേർ. 2016 ജനുവരി 2 പഠാൻകോട്ട് വ്യോമസേനാ താവളം ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത് 7 പേർ. 2016 സെപ്റ്റംബർ 18 വീണ്ടും ഉറി ആക്രമണത്തിൽ 19 പേർ കൊല ചെയ്യപ്പെട്ടപ്പോൾ 2017 ജൂലൈ 10 അമർനാഥ് തീർത്ഥാടക ആക്രമണത്തിൽ 7 പേർ കൊല ചെയ്യപ്പെട്ടു. പിന്നീട് 2019 ഫെബ്രുവരി 14 പുൽവാമ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത് 41 പേർ. 2024 ജൂൺ 9 റിയാസി തീർത്ഥാടക ആക്രമണത്തിൽ 10 പേർ കൊല ചെയ്യപ്പെട്ടപ്പോൾ 2025 ഏപ്രിൽ 22 പഹൽഗാം ആക്രമണത്തിൽ ചുരുങ്ങിയത് 28 മരണം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്നത് വൻ ഭീകരാക്രമണം. സംഭവത്തിൽ 25 പേർ കൊല ചെയ്യപ്പെട്ടതായി സർക്കാർ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. ദക്ഷിണ കാശ്മീരിലെ പഹൽഗാമിലാണ് ഭീകരാക്രമണം ഉണ്ടായത്. മരണസംഖ്യ കൃത്യമായി രേഖപ്പെടുത്തി വരുന്നതേയുള്ളൂ. വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. ഭീകരാക്രമണത്തെ തുടർന്ന് പ്രദേശത്ത് നിരവധി വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. കുടുങ്ങിക്കിടക്കുന്നവരിൽ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരം. ഗുജറാത്ത്, മഹാരാഷ്ട്ര, തമിഴ്നാട്, കർണാടക, ഒഡീഷ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് കൊല ചെയ്യപ്പെട്ടതെന്നാണ് ലഭിക്കുന്ന വിവരം. കുറ്റക്കാരെ ഒരാളെയും വെറുതെ വിടില്ലെന്നും ക്രൂരമായ ആക്രമണം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പ്രധാനമന്ത്രി സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ പ്രതികരിച്ചു. എന്നാൽ ഇതൊക്കെ നടക്കുമ്പോൾ പ്രധാനമന്ത്രി എവിടെയായിരുന്നു? എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഈ ഭീകരരുടെ കടന്നാക്രമണത്തിനെ ഇല്ലായ്മ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയാത്തത്? ഭീകരരുടെ അജണ്ട നടപ്പിലാകില്ലെന്നും ഭീകരവാദത്തിനെതിരായ പോരാട്ടം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വൻ സുരക്ഷാ വീഴ്ചയാണ് കാശ്മീർ അതിർത്തിയിൽ ഉണ്ടായിരിക്കുന്നതെന്ന കാര്യം ഇവിടെ വ്യക്തമാണ്. ഇന്ത്യയിലെ ഓരോ ജനങ്ങളുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ അധികാരത്തിൽ കയറിയ നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ കുത്തക മുതലാളിമാരുടെ സൗഹൃദം സ്ഥാപിക്കുന്ന തിരക്കിലാണ്. ഇത്രയധികം വിനോദസഞ്ചാരികൾ എത്തിപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ഭീകരാക്രമണങ്ങൾ നടക്കുന്ന, തീവ്രവാദികൾ അടക്കി വാഴുന്ന, പല രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയുടെ കാശ്മീർ പോലെയുള്ള ഒരു പ്രദേശത്ത് ഇത്ര സുരക്ഷ മതിയായിരുന്നു? കാശ്മീർ എല്ലാ കാലത്തും വിനോദസഞ്ചാരത്തിന് വളരെ പേരുകേട്ട നാടാണ്. ഇത്രയധികം ആൾക്കാരാണ് ആ നാടിന്റെ ഭംഗി കാണാനും ആസ്വദിക്കാനും വേണ്ടി അവിടേക്ക് പോകുന്നത്. അവരുടെ ജീവന സംരക്ഷണം കൊടുക്കാൻ പാകത്തിൽ സൈന്യത്തിനെ നിയോഗിക്കാൻ കഴിയില്ലെങ്കിൽ എന്തിനാണ് നരേന്ദ്രമോദി ആ സ്ഥാനത്തിരിക്കുന്നത്? തീവ്രവാദികൾ ഇന്ത്യയിൽ നുഴഞ്ഞു കയറുമ്പോൾ അതിനെ തടയിടാനും അതിനെ പ്രതിരോധിക്കാനും പാകത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സംഗനായി നോക്കി നിന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പുച്ഛമാണ് തോന്നുന്നത്. വെടിയുണ്ടയ്ക്ക് മുന്നിൽ നിന്ന് കൊടുക്കേണ്ടി വന്ന പാവപ്പെട്ട മനുഷ്യരോട് മോദിജിയോട് പോയി പറയാനാണ് ഭീകരവാദികൾ അലറിയത്. സ്വന്തം മണ്ണിൽ വന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കാൻ പാകത്തിൽ തീവ്രവാദികൾക്ക് വളരാൻ ഇന്ത്യയുടെ മണ്ണ് വിട്ടുകൊടുത്തതിൽ മോദിക്കും പങ്കില്ലേ?